എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് ജിയോൻ്റെ ഒരു പ്രശ്നത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. ഇന്നലെ ജിയോ ഉപഭോക്താക്കൾക്ക് നെറ്റ്വർക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. വളരെയധികം പ്രശ്നമായിരുന്നു. ഞാനും ഒരു ജിയോ ഉപഭോക്താവാണ്. എനിക്കും വളരെയധികം ബുദ്ധിമുട്ടുണ്ടായി. ഞാൻ ഇന്നലെ പല പ്രാവശ്യം നെറ്റിൽ കയറി ബ്രൗസ് ചെയ്യാൻ നോക്കിയപ്പോൾ ക്രോമിലൊന്നും നെറ്റ്വർക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. ക്രോമിൽ ഞാനിങ്ങനെ നെറ്റ്വർക്ക് എടുക്കാൻ പറ്റാതെ ഇങ്ങനെ കുറേ പ്രാവശ്യം ഇങ്ങനെ ലോഡ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്ത് നോക്കിയപ്പോഴും പറ്റാതായി കഴിഞ്ഞപ്പോൾ എനിക്ക് ക്രോമിലെ ഗെയിം കിട്ടി, ഡൈനോസർ ഗെയിം. ഞാൻ ആ ഗെയിം കുറേ നേരം ഇങ്ങനെ ഒരു 6 മിനിറ്റോളം ഗെയിം കളിച്ചിരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നെറ്റ്വർക്ക് മൊത്തത്തിൽ പോയിരിക്കുന്നത്. സാധാരണ ഒരു 50 KB 100 KB എങ്കിലും സ്പീഡ് കാണിക്കാറുണ്ടായിരുന്നു. ഇത് നിങ്ങൾക്ക് മുകളിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. 6 KB ഒക്കെയാണ് കിട്ടുന്ന സ്പീഡ്. എത്ര താഴോട്ട് പോയാലും ഒരു 100 KB 150 KB ഒക്കെ വരെ എന്തെങ്കിലുമൊക്കെ മിച്ചം ഇങ്ങനെ കിട്ടാറുണ്ട്, ഇങ്ങനെ സ്പീഡ് 5Gയുടെ. ഞാൻ പൊതുവെ വിചാരിച്ചിരുന്നത് ഗ്രാമപ്രദേശങ്ങളിലെ നെറ്റ്വർക്ക് വളരെ മോശമായിരിക്കുന്നത് കൊണ്ടായിരിക്കും ജിയോന് ഗ്രാമപ്രദേശങ്ങളിലേക്ക് വരുമ്പോൾ സ്പീഡ് കുറയുന്നത്. അപ്പോൾ എൻ്റെ ഗ്രാമത്തിൽ നിന്ന് ഞാൻ വേറൊരു ഗ്രാമത്തിൽ പോയി ഇപ്പോൾ താമസിക്കുന്നതാണ്. എന്നിട്ടും ഇപ്പോഴും നെറ്റ്വർക്കിനൊരു മാറ്റമില്ല. ഞാനിപ്പോൾ ടൗണിനോട് അടുത്ത് കിടക്കുന്ന ഒരു ഗ്രാമമാണ്. എന്നിട്ട് കൂടി ഈ ടൗണിന് അടുത്ത് കിടന്ന ഗ്രാമമായിട്ട് കൂടി ഈ ജിയോ നെറ്റ്വർക്കിന് സ്പീഡ് കിട്ടുന്നില്ല. മാക്സിമം സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 MB ആണ് ഇവിടെ കിട്ടുന്നത്. ചില സമയത്ത് അതൊരു 200-500 KB per second ആവും. അത് നെറ്റ്വർക്ക് വളരെ താഴത്തോട്ട് പോകും. ചില സമയത്ത് ആ നെറ്റ്വർക്കിൻ്റെ ബാർ അനങ്ങുന്നുണ്ടാവില്ല. വൈകുന്നേരം ഒരു 6 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും പണി കഴിഞ്ഞ് വീട്ടിൽ വരുന്ന ആളുകളാണ്. അവർ വൈകുന്നേരം ഒരു എൻജോയ്മെൻറ്റിന് ജിയോ ഹോട്ട്സ്റ്റാർ എന്നൊക്കെ പറഞ്ഞ് യൂട്യൂബ് ആയാലും അതെ വേറെ ഏതെങ്കിലും ആധുനികമായിട്ടുള്ള എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള ആസ്വദിക്കുന്നവരായിരിക്കും ഇൻ്റർനെറ്റിൽ. അതുപോലെ എല്ലാ കാര്യങ്ങൾക്കും നമുക്കിപ്പോൾ ഇൻ്റർനെറ്റിന് ആവശ്യമുണ്ട്. അതിനെല്ലാം നമ്മൾ ഭൂരിഭാഗം ആശ്രയിക്കുന്നത് ജിയോനെ തന്നെയാണ്. ഒരാളെ ആശ്രയിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ് നമ്മളിപ്പോൾ ആലോചിക്കുന്നത്. ഇന്ത്യയിലെ ഏകദേശം ഒരു 50% ആളുകളും ആശ്രയിക്കുന്നത് ജിയോ ആണ്. അത് തത്വത്തിൽ നമ്മൾ മനഃപൂർവ്വം അതൊരു ചെയ്ത് കളഞ്ഞതാണത്. വേറൊരു കമ്പനീനെ കുറച്ചും കൂടി സപ്പോർട്ട് ചെയ്യേണ്ടതായിരുന്നു. പല കമ്പനികളും ജിയോ നൽകുന്ന ഓഫറുകളൊന്നും മറ്റുള്ള കമ്പനികൾക്ക് കൊടുക്കാൻ പറ്റിയില്ല. ആദ്യകാലത്ത് ജിയോ തുടങ്ങിയ സമയത്ത് അൺലിമിറ്റഡ് 4G എന്ന് പറഞ്ഞാണ് അവർ സിം ആദ്യം ഇറക്കിയത്. ആ സമയത്ത് ഞാനൊക്കെ വിചാരിച്ചു എന്താ അൺലിമിറ്റഡ് 4G ആണല്ലോ. അപ്പോൾ ഞാനും കുറേ പാടൊക്കെ പെട്ടിട്ടാണ് സിം മേടിക്കാൻ പോയത്. എറണാകുളത്ത് ഞാനൊരു സ്ഥലത്ത് ഇതുപോലെ ഞങ്ങളുടെ ഗ്രാമത്തിൽ കിട്ടാനായിട്ട് ഞാൻ എറണാകുളത്ത് കലൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് പോയത്, സിം മേടിക്കാൻ പോയത്. അവിടെ ചെന്നിട്ടാണ് എനിക്ക് ജിയോൻ്റെ സിം കിട്ടിയത്. അത്രയും പാടുപെട്ട് അന്ന് അൺലിമിറ്റഡ് 4G തുടങ്ങിയ സമയത്ത് അൺലിമിറ്റഡ് 4G എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ 4G ഫോൺ ആദ്യമായിട്ട് മേടിക്കുന്നതും ആദ്യമായിട്ട് സ്മാർട്ട് ഫോൺ കയ്യിൽ കിട്ടുന്നതും ഒക്കെ ഈ 2016-17 കാലഘട്ടത്തിലൊക്കെയാണ് നമ്മൾ ഈ 4G കൂടുതലായിട്ടും നമ്മളിലേക്ക് വന്നു തുടങ്ങിയത്. അപ്പോൾ ആ ഫോൺ ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ നമുക്ക് വലിയ യൂട്യൂബും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്, വീഡിയോ കാണാൻ പറ്റുന്നുണ്ട്, സിനിമ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ കൂടി ഒരു കമ്പനിയേ ഉള്ളൂ നമുക്കിപ്പോൾ. ഒരു 50% ആളുകളും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇന്ത്യയിൽ ഏകദേശം ഒരു 50% അടുത്ത് ആളുകളും ഈ ഡിപ്പെൻഡ് ചെയ്യുന്നത് ജിയോ എന്ന് പറഞ്ഞൊരു കമ്പനി തന്നെയാണ്. ഇപ്പോൾ ഞാനൊരു ഏകദേശ കണക്കാണ് പറയുന്നത് 50. അതല്ല, ഒരു ഭൂരിഭാഗം കസ്റ്റമേഴ്സും ഇന്ത്യയിൽ ഭൂരിഭാഗം കസ്റ്റമേഴ്സും ഈ മൊബൈൽ നെറ്റ്വർക്കിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ജിയോനെയാണ്. വേറെയുള്ള കമ്പനികളൊക്കെ ഇപ്പോൾ വോഡഫോൺ, ഐഡിയ പോലെ എയർടെലാണ് കുറച്ചും കൂടി ജിയോ ആയിട്ട് പിടിച്ചു നിൽക്കുന്ന ഒരു കമ്പനി. എയർടെലും കൂടി താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇത് ഇന്ത്യയിൽ മൊണോപ്പൊളി ആകുമ്പോൾ ഈ ജിയോന് നമ്മളുടെ വില നിയന്ത്രിക്കാനുള്ള കഴിവ് കിട്ടും. അവർക്ക് ഒരു മാർക്കറ്റിൽ ഒരാളേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ മാർക്കറ്റിൽ പോയി ചാളയും അയില പിന്നെ സ്രാവ് മേടിക്കണം. അപ്പോൾ ഈ സ്രാവിൻ്റെ വില ആരും മേടിക്കാനുള്ള വില കൂടിയത് കൊണ്ട് മേടിക്കുന്നില്ല. അപ്പോൾ ഈ ചാള അയിലുള്ളതൊക്കെ വിറ്റ് തീർന്ന് പോയി. ഏറ്റവും അവസാനം സ്രാവ് മാത്രം മാർക്കറ്റിൽ
വരാൻ തുടങ്ങി. ഈ സ്രാവ് പിടിച്ച് ഈ അയിലേനും ചാളനെയൊക്കെ തിന്ന് ആ സ്രാവ് മാത്രം ഉള്ളു മാർക്കറ്റിൽ. വിഴുങ്ങി സ്രാവ് വലുതായി തന്നെയാണ്. സ്രാവിന് കുറേ കുഞ്ഞുങ്ങളും ഉണ്ടായി. അപ്പോൾ സ്രാവ് വലുതായി വരുന്നതനുസരിച്ച് സ്രാവാണ് വലുതാവുന്നത്. സ്രാവിൻ്റെ ചുറ്റുമുള്ള ആളുകളൊന്നൊക്കെ നശിഞ്ഞു പോകണതാണ്. അപ്പോൾ ഈ സ്രാവിൻ്റെ വില നിശ്ചയിക്കുന്നത് പറഞ്ഞാൽ സ്രാവ് വലുതായി വന്നപ്പോൾ സ്രാവിന് അധികം വിലയില്ലാതായിരുന്നു. ഇപ്പോൾ സ്രാവിന് എത്ര വില വേണമെങ്കിലും കിട്ടാവുന്നൊരവസ്ഥ വന്നു. അപ്പോൾ സ്രാവിന് ഇഷ്ടം പോലെ വില കൂട്ടിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ പെട്രോളും ഡീസലിനൊക്കെ മാസം അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോൾ വില കൂട്ടുന്ന പോലെ ടെലിഫോൺ നെറ്റ്വർക്കിൻ്റെ ഈ താരിഫും ജിയോന് മാറ്റാൻ പറ്റും. ജിയോന് ഒരു പ്രൈവറ്റ് സ്ഥാപനം ആയതുകൊണ്ട് അവർക്ക് എപ്പോൾ വേണമെങ്കിലും ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ കുറയ്ക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കാം. അത് നിങ്ങൾ കസ്റ്റമേഴ്സ് തീരുമാനിക്കണം. ഇപ്പോൾ ഇന്ത്യയിൽ BSNL, വോഡഫോൺ ഐഡിയ, പിന്നെ എയർടെൽ, ഈ 3 കമ്പനികളാണ് ജിയോ ആയിട്ട് എന്തെങ്കിലും പിടിച്ചു നിൽക്കാൻ കുറച്ചെങ്കിലും കെൽപ്പുള്ള കമ്പനികൾ. ഈ കമ്പനികളും പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇന്ത്യയിൽ മൊണോപ്പൊളി ആവും. നിങ്ങൾ പരമാവധി മറ്റുള്ള കമ്പനികളും ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഞാനും ജിയോ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഞാനിപ്പോൾ എയർടെലും മേടിച്ച് ഉപയോഗിച്ച് നോക്കുന്നുണ്ട്. നിങ്ങളും അതുപോലെ വേറെ കമ്പനികളെ സപ്പോർട്ട് ചെയ്യണം.